അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ നമുക്ക് മക്കൾക്ക് സുഖമാണ്. പിന്നെ എന്താണ്, ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ലാസ്റ്റ് എൻഡിങ്ങിൽ നിങ്ങളുടെ അടുത്ത് വിവരങ്ങളെല്ലാം പറയാം. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാനും ഇക്കായും 2 മക്കളും, എനിക്ക് 3 മക്കളുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് ഇപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സമൂഹ മാധ്യമങ്ങളിൽ പല പ്രചരണങ്ങളും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ മാനം എന്ന് പറയുന്നൊരു സംഭവം നമുക്കുണ്ട്. നമ്മൾ ഇത്രയും കാലവും ജീവിച്ച സമയത്തും ഈ മക്കളിൽ ഒരാൾ വന്നതോ തന്നതോ ഒന്നുമില്ല. സോഷ്യൽ മീഡിയ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ രായമ്മയും ചെപ്പീനായും കൂടെ ചേർന്നിട്ട് റഹീമിനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു പല പ്രശ്നങ്ങളും ഉണ്ടാക്കി. ചെപ്പീന എവിടെ ഇറങ്ങുന്നു അവിടെ അവരെ കുളം തോണ്ടിയേ അവൾ കയറും. പക്ഷേ ഇവളെ കുളം ഉണ്ടല്ല, റബ്ബാണ് തോണ്ടുന്നത്. ഒരു റഹീമിനെ കാരണം സത്യം പറഞ്ഞാൽ നിവർത്തിയെന്ന് പറയുന്ന ഒരു സംഭവം നമുക്കില്ല. ഈ റഹീമിൻ്റെ കോള് കണ്ടങ്ങൾ, റഹീം CD എല്ലാം നിറഞ്ഞ ചടയമംഗലം 29-ാം തീയതി കോള് രാത്രി 12:23 AM 12:24 AM. ഇതൊക്കെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, റഹീമിന് എന്തെങ്കിലും പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ റഹീമിന് എൻ്റെ വീട്ടുകാരെ വിളിച്ച് പറയാം. കാരണം എനിക്ക് അവനുമായിട്ട് യാതൊരു ബന്ധങ്ങളുമില്ല. എൻ്റെ ഭാവി ജീവിതത്തിൽ ഇടവെന്ന് എനിക്ക് ഇത് ലീഗലി പോവാം. ഓക്കെ, പിന്നെ നീ എനിക്ക് നഷ്ടപരിഹാരം തന്നിട്ടില്ലല്ലോ. നീ 2 ലക്ഷം രൂപ അച്ചാരം മേടിച്ചു. നിൻ്റെ സ്വർണം എന്ന് പറയുന്നത് എനിക്ക് ഉമ്മച്ചിയുമായി പാപ്പായും 5 സെൻറ്റ് വസ്തു അവിടെ നിന്ന് എന്നെ നോക്കിയത് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ 1.5 ലക്ഷം രൂപ വലിയ അപ്പ ഉമ്മാരെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 50,000 രൂപ ഉമ്മ ചിട്ടി കെട്ടി അതും കൂടെ ചേർന്നാണ് 2 ലക്ഷം രൂപ ഇവന് അച്ചാരം കൊടുത്തത്. ഇവൻ അച്ചാരം എന്തിനു കൊടുത്തു? അതായത് എന്നിട്ട് കുറഞ്ഞ സ്വർണ്ണമാണ് ഇവൻ കൊണ്ടുവന്ന് മഹറിട്ടത്. അത് പോട്ടെ, ഗൾഫിൻ്റെ സ്വർണ്ണമാണ്. ഈ 3 നാത്തൂമാർക്കും അന്ന് 2 ഗ്രാം വെച്ച് മോതിരയിട്ട് അമ്മാവിക്കൊരു വളയിട്ട്. ഇതൊന്നും കണക്കിലില്ലാത്ത കാര്യമല്ല. ഇതൊക്കെ എല്ലാവരും കൂടെ എടുത്തു കൂട്ടിയതാണ്. എൻ്റെ വാപ്പ എനിക്ക് 2 പവൻ്റെ വളയിട്ട്. എൻ്റെ വാപ്പാക്ക് ഒരു സമ്പാദ്യം ഇല്ല എന്നൊന്നും പറയണ്ട. എൻ്റെ വാപ്പ 2 പവൻ്റെ വള എനിക്ക് മേടിച്ചു തന്നൊരു കട്ടിയുള്ള വള. എനിക്ക് ആദ്യത്തെ കല്യാണത്തിനെല്ലാം കൈരളിയിൽ നിന്നാണ് സ്വർണ്ണം എടുത്തത്. എല്ലാം കൈരളിയിൽ നിന്ന് തന്നെയാണ് എടുത്തത്. കുറച്ച് പൈസ കൊടുത്ത് അടച്ചെടുത്തതാണ്. പിന്നെ എൻ്റെ ഉമ്മയ്ക്ക് അവരൊരു വള കൊടുത്തു. നമ്മളെ ഈ മുസ്ലിം ആചാരപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ, അതൊക്കെയുണ്ട്. എനിക്ക് അമ്മ കടബാധ്യതരെ പുറത്ത് കൊടുക്കേണ്ടി വന്നു സാഹചര്യത്തിൽ. ഇപ്പം ഈ ഒരു പ്രശ്നം ഇങ്ങനെ നിൽക്കുന്ന സ്ഥിതിക്ക് എന്നിലൊരു അവകാശവും ഇല്ലെങ്കിൽ അവളിലും യാതൊരു അവകാശങ്ങളും വീട്ടുകാർക്കില്ല. കുട്ടിയെ കൊണ്ട് വോയിസ് അയപ്പിക്കുക, ഇന്നലെയും വോയിസ് അയപ്പിക്കുക. എനിക്കൊരിക്കലും എൻ്റെ മോളെ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലോ ഒരു ഇതിലോ എനിക്ക് വിടേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം മോളെ വിദ്യാഭ്യാസം, മോളിപ്പം നമുക്ക് പിടിതരാതെ നടക്കുന്ന എന്താണെന്നറിയാമോ? എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഉമ്മച്ചി ചോദ്യം ചെയ്യുമെന്ന് അവൾക്കറിയാം. കാരണം പെറ്റ വയറിനറിയാം അവൾ എത്രത്തോളം ഉണ്ടെന്ന്. എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം. ഞാനൊരു കാര്യമാണ്, എല്ലാവരും കൂടെ വിചാരിച്ചപ്പോൾ അതിൻ്റെ വിദ്യാഭ്യാസത്തിനും കോട്ടം പറ്റി. നമ്മൾ തള്ളമാർ സംരക്ഷിക്കുന്ന കണക്ക് മറ്റുള്ളവർ സംരക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ തള്ളമാർ നോക്കുന്ന കണക്ക് മറ്റുള്ളവർക്ക് നോക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഇതുവരെയും റഹീമിൻ്റെ ചിലവ് മേടിച്ചല്ല ഈ കുട്ടിയെ വളർത്തിയത് 10 വയസ്സ് വരെ. എനിക്ക് ഇന്നലെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഹായ് അയക്കാൻ. ഞാൻ ആരാവളെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വാപ്പായ ഒന്നും പറയല്ലേ. അവിടെ ഇരുന്ന് ടൈപ്പ് ചെയ്ത് അയക്കണം. എന്താ അറിയാം, വോയിസ് ഞാൻ പബ്ലിക്കിൽ ഇടുമെന്നും പറഞ്ഞു. നിൻ്റെ വാപ്പ എന്ന് പറയാൻ ഞാൻ പറയണം നിൻ്റെ വാപ്പ ആരാണെന്ന് പറയണ്ടേ? നീ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്? നാവായിക്കുളത്ത് പഞ്ചായത്തിൽ വെച്ച് ആദ്യമായിട്ട് 11 വയസ്സിൽ. വാപ്പ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. അല്ലാതെ ഷായിദ പറഞ്ഞിട്ട് ഇതേപോലെ മക്കളെ അങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ നീ എൻ്റെ കയ്യിൽ തെളിവുണ്ട്. പറ എന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് എൻ്റെ കുട്ടി ഒരിക്കലും, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, എന്നിലൊരു മസ്റൂറയുണ്ട്. അവളൊരിക്കലും ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. സ്വന്തം ബുദ്ധിയിൽ തോന്നിയൊന്നും എഴുതില്ല. അസൈൻമെൻറ്റ് വരെ ഞാൻ അവളുടെ അടുത്ത് പ്രേരണയിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരാളാണ്. മാത്സ് വരെ ഞാൻ ട്രിക്കിലാണ് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മാത്സ് കുറച്ച് നന്നായിട്ട് എനിക്കും 10ാം ക്ലാസ്സിൽ മാത്സിന് നല്ല മാർക്കുണ്ടായിരുന്നു. അപ്പം
അതേപോലെ ഞാനും ട്രിക്കിൽ അവൾക്ക് പറഞ്ഞു കൊടുക്കും. കാരണം അവളെ എത്രത്തോളം എളുപ്പമാക്കാൻ പറ്റുമോ അത്രത്തോളം എളുപ്പത്തിലാണ് ഞാൻ അവളെ പഠിപ്പിച്ചെടുത്തത്. പക്ഷേ 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതൽ അവിടെ മറ്റേ NCERT ടെസ്റ്റാണ്. അതെല്ലാം CBSE സ്കൂളിൽ അങ്ങനെയാണ്. പക്ഷെ അവളായിട്ട് നല്ലൊരു അടിസ്ഥാനം കിട്ടി, അവളായിട്ട് കലയിട്ട് ഉടച്ചു നന്നായിട്ട് പഠിക്കുക. നിനക്ക് വേണ്ടി, അതായത് മറ്റ് 2 മക്കൾക്ക് ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുത്തില്ല, നിനക്ക് വേണ്ടിയാണ് ഞാൻ എല്ലാം ചെയ്തത്. നീ എൻ്റെ അടുത്ത് ഒരു OIC പറയുന്നുണ്ട്, നിൻ്റെ LIC, നിൻ്റെ പോസ്റ്റ് ഓഫീസ് ചിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ആരടയ്ക്കും? ആരാണ് അടയ്ക്കണത്? നീ പറ, ആരടച്ചതാണ്? നിനക്ക് എൻ്റെ ചൈൽഡിൽ നിന്ന് ഇറങ്ങിയപ്പം നിൻ്റെ ഉമ്മാമ്മ എന്ന് പറയണ ഷാഹിദ ബീബി പറയണായിട്ട് വീട് വിറ്റെങ്കിലും ഞാൻ അവളെ പഠിപ്പിക്കും. അള്ളാഹു വിധി പോലെ വരട്ടെ ഇൻഷാ അല്ലാ. പിന്നെ എവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. കാരണം സമൂഹ മാധ്യമത്തിൻ്റെ മുമ്പിൽ കുട്ടിയെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചു. എനിക്ക് പറയാനുള്ള അധികാരമുണ്ട്. എത്ര മുറിച്ചാലും അവൾ മുറിയൂല. നിങ്ങളെന്നെ എന്തെല്ലാം എൻ്റെ തള്ള പറയുന്നു, മുറിച്ചാൽ മുറിയില്ല. പിന്നെ ഇന്നലെ തന്നെ ഷാൻ്റെ ഉമ്മാൻ്റെ വോയിസ് പബ്ലിക്കിൽ വന്നു. ഞാൻ കേട്ടിട്ടില്ല, കുറച്ച് ഭാഗം മാത്രം ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് പറയണേന്ന് അവരുടെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങൾക്കല്ല അവർ മറുപടി പറയുന്നത്. പിന്നെ അവരായിട്ട് കെണി ഒരുക്കി വെച്ചതാണ്. നമുക്കതിൽ യാതൊരു ബാധ്യതയില്ല. കാരണം ആ ഒരു വീഡിയോ കൊണ്ടിട്ട് അവൾക്ക് വരുമാനം കിട്ടും. പക്ഷേ എനിക്കോ എൻ്റെ ഭർത്താവിനോ അതിൽ യാതൊരു ബാധകമല്ല. കാരണം എന്ന് വെച്ചാൽ ഇക്ക അങ്ങോട്ട് വിളിക്കാറുമില്ല. ഇക്കാക്ക് വല്ലപ്പോഴും എന്തെങ്കിലും കൊടുക്കാൻ തോന്നണമെങ്കിൽ നേരിട്ട് പോയി മേടിച്ച് സാധനം കൊടുക്കും. ആ നിമിഷം ഇക്ക തിരിച്ചു വരും. അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അനിയൻ്റെ അടുത്ത് എന്തെങ്കിലും പറയും. എന്നാൽ അനിയനെ വിളിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അനിയൻ്റെ അടുത്ത് പറഞ്ഞ് ഈ ഉമ്മാരുടെ അടുത്ത് ഇങ്ങനെ പറയണം, അല്ലെങ്കിൽ ഉമ്മക്ക് എത്ര പറഞ്ഞാലും അവർക്ക് കേൾക്കത്തില്ല. അവരൊക്കെ പണ്ടത്തെ എന്തോ ഒരു ബലത്തിലാണ് നിൽക്കുന്നത്. നാളെ ഇനി ഞാൻ ഹോസ്പിറ്റലിൽ പോണ ദിവസമാണ്. നാളെ എൻ്റെ ചെക്കപ്പ് ദിവസമാണ്. പിന്നെ ഇൻഷാ അല്ലാ ഈ കൊച്ചുങ്ങൾക്ക് 3 പേരും എപ്പോഴും പറയും, മുഷ്താഖ് മസ്റൂറായ അമ്മക്കിനി കിട്ടൂലേ അമ്മച്ചി, നമുക്കെന്നെ മസ്റൂറ മിണ്ടാത്ത എന്തും മച്ചി എന്നൊക്കെ ചോദിക്കും. അവൾക്ക് തോന്നിയാൽ അവൾ മിണ്ടട്ടെ. കാരണം അവൾ വലിയ പെൺകുട്ടിയായ കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇത്രയ്ക്കൊക്കെ സംസാരിക്കാനും എന്നിലൊരു പാവക്കുട്ടി ഉണ്ടായിരുന്നു. നല്ല അച്ചടക്കവും ഒതുക്കവും ഒക്കെ ഉള്ളൊരു മോളുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കണ്ടീഷൻ എനിക്കറിയില്ല. അങ്ങനെ ഞാൻ പ്രസവിച്ചു, നിങ്ങൾ എന്നൊക്കെ വിളിക്കായി ഇത്രയും വലിയ ആളായിപ്പോയോ എന്നൊക്കെ ഞാൻ തോന്നിപ്പോവും. എനിക്ക് തന്നെ ആ വോയിസ് കേട്ടിട്ട് ചിരി വരണുണ്ട്. പിന്നെ നിനക്ക് കിളവീരെ നമ്പറിൽ മെസ്സേജ് അയച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞിട്ടല്ല, ഒരിക്കലും നിന്നെ ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. പിന്നെ ഇക്കായും ഷാനും നിനക്ക് വേണ്ടിയിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. നിന്നെ മകളെ എന്ന് പറഞ്ഞൊരു പരിഗണന മാത്രമേ തന്നിട്ടുള്ളൂ. ഞാൻ നിന്നെ വഴക്ക് പറയുമ്പോഴും എപ്പോഴും ഇക്ക പറയുന്നൊരു വാക്കാണ്, എന്താണ്, നജില അന്യ വീട്ടിൽ പോകേണ്ടിയുള്ള കുട്ടിയാണ്, നീ അവളെ അടിക്കുകയോ ഒന്നും ചെയ്യരുത്, പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് മാത്രമേ. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ 3 മക്കളുമൊക്കെ ആയിട്ട് വരുമ്പോൾ അപ്പോൾ ഞാൻ മക്കളുടെ അടുത്ത് പറയും, മിണ്ടാണ്ടിരിക്കും മക്കളെ എന്നൊക്കെ ഞാൻ ഇത്തിരി ദേഷ്യപ്പെട്ടൊക്കെ ചിലപ്പോൾ സംസാരിക്കും. നമ്മളെ തള്ളമാരല്ലേ, അങ്ങനെ മാത്രം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇപ്പം എന്ത് പറ്റി എൻ്റെ മകൾക്കെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അള്ളാഹു അവൾക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. പിന്നെന്തായാലും അള്ളാഹു ഒരിക്കലും ഒന്നും മുട്ടിക്കൂല. പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ടിട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇന്നും ഞാനൊരു കാര്യം പറയുന്നുണ്ട്, റഹീമിൻ്റെ ചിലവ് മേടിച്ചിട്ടാണ് നിങ്ങൾ വളർത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. പിന്നെ റഹീമിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ അപമര്യാദയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മാമി സലാം പറഞ്ഞു, സംസാരിച്ചു. മാമിയുടെ അടുത്ത് പറഞ്ഞു മസ്റൂറാക്ക് ഇത്രയും കാലം ചിലവിന് തന്നിട്ടില്ല. അപ്പോൾ അവരും പറയണത് എന്താണ്, ഇവന് കള്ള് തലയിൽ കയറിയാൽ എന്താണ് സംസാരിക്കണേന്ന് അറിയത്തില്ല. അതുകൊണ്ട് മോളെ നീ ഒന്ന് ക്ഷമിച്ച് കളാം, ഇവിടം കൊണ്ടെല്ലാം അവസാനിപ്പിക്കുക. ഇക്കാരടുത്ത് മോനേന്ന് വിളിച്ചിട്ടാണ് സംസാരിച്ചത്. അപ്പോഴാണ് എനിക്ക് ആ വയ്യാത്ത കൊച്ചുണ്ട്, അതിനെ കെട്ടിപ്പിടിച്ചൊന്ന് മുത്തം കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. പിന്നെ മസ്റൂറായ ഞാൻ ഇടയ്ക്കൊക്കെ ഈ റഹീം ഇങ്ങനെ സഹിയായിട്ട് വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുത്ത് കൊടുക്കുമ്പോഴും അവൾക്ക് വാപ്പായ വേണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഷാഹിദാരൊരു പ്രേരണയിൽ ചെപ്പീനാൻ്റെ ഒരു ഇടപെടലിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. നിങ്ങളെ ഷാഹിദ എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറയുകയാണ്,
നിങ്ങളെ കാലഘട്ടം കഴിഞ്ഞു. നിങ്ങൾ ആ കുട്ടിയായിട്ടിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ പലരിടത്തും നിങ്ങൾ ഫോൺ വിളിച്ച് പറയുന്നുണ്ട്, എന്നെ വാപ്പാ കൂട്ടർക്ക് കണ്ടുകൂടാ, ഉമ്മ കൂട്ടർക്ക് കണ്ടുകൂടാ, അവർക്ക് കണ്ടുകൂടാ, ഇവർക്ക് കണ്ടുകൂടാ. നിങ്ങളെ കാണാമല്ലോ. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ശ്മശാനത്തിൽ എന്നെ അടക്കോള്, പള്ളിയിൽ അടക്കൂല, ഇക്കര ജമാഅത്തിൽ ചേർക്കും ഇൻഷാ അല്ലാ. പിന്നെ എൻ്റെ മക്കളെ പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ കള്ളപ്രചരണങ്ങൾ ഉണ്ടാക്കിയിരുന്നു. എൻ്റെ മക്കളെല്ലാം ആ പള്ളിയിൽ തന്നെ പഠിക്കുന്നുണ്ട്. എന്നെ എങ്ങനെ അവോയ്ഡ് ചെയ്താലും എൻ്റെ 10 മാസം എൻ്റെ വയറ്റിൽ നിന്ന് കൊണ്ട് നടന്ന് പ്രസവിച്ചപ്പോഴും ഈ 10 വർഷക്കാലം ഈ 1 മാസം തൊട്ടാണല്ലോ വെക്കേഷൻ തൊട്ട് ആണല്ലോ എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയത്, നിങ്ങളെ മുമ്പ് ഞാൻ വിട്ടു തന്നത്. അപ്പോൾ അവൾ അതൊരു മുതലാക്കിയെടുത്തു. എന്തായാലും ഞാൻ ചൈൽഡുകാർക്ക് തെളിവോടുകൂടി എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഒരു വിധി എഴുതിയൊരു സാറുണ്ട്, സാറിന് ഞാൻ എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്. സാർ അത് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യും. ഇനിയും എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് തള്ള അയപ്പിച്ചാൽ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. തള്ള അയപ്പിച്ചാൽ മോള് പിന്നെ നിങ്ങളുടെ അടുത്തും കാണൂല, എൻ്റെ അടുത്തും കാണൂല. അതുകൊണ്ട് ലാസ്റ്റ് പറയണം, എൻ്റെ വാപ്പ പറയുന്ന അപമര്യാദയായ ആ കുട്ടിയുടെ മുമ്പ് വെച്ചിട്ട് നിങ്ങൾ രണ്ടും കൂടെ സംസാരിക്കുന്ന അപമര്യാദയായ കാര്യങ്ങൾ മതി. കുട്ടി അവിടെ സുരക്ഷിതമല്ല എന്ന് ഉറപ്പുവാ. ഓക്കെ. പിന്നെ നാട്ടുകാർ ഇന്നും ഞാൻ എൻ്റെ വാപ്പാരെയും ഉമ്മാരെയും കുറ്റങ്ങളൊന്നും ഞാൻ ഇതുവരെയും നാട്ടിൽ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇപ്പം നിങ്ങളെ സഹിയിട്ട് പറയണ ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല. നിങ്ങളെൻ്റെ കുറ്റങ്ങൾ, ഷംസുൻ്റെ കുറ്റങ്ങൾ നിങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മളെ കൊള്ളരുത്. അത് എന്നെ മാത്രമല്ല, 2 സഹോദരങ്ങളെ അങ്ങനെ തന്നെ പ്രാവി തൊലച്ച് ഇവിടം വരെ എത്തിച്ച് നമ്മൾ 3 മക്കളും ഇതുവരെ ഗുണം പിടിച്ചിട്ടില്ല. നിങ്ങളെ ചെറുപ്പകാലത്തിലെ പ്രാക്ക് ഞാൻ ഒരിക്കലും എൻ്റെ മോളെ പ്രാവില്ല. മോൾ നന്നായി നല്ല രീതിയിൽ പഠിച്ച് എവിടെയെങ്കിലും എത്തണമെങ്കിൽ എത്തിക്കോട്ടെ എന്ന് മാത്രമേ ഞാൻ ദുആ ചെയ്യുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അറിയാം, ആരെ ദുആണ് റബ്ബ് സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ഇന്ന് എൻ്റെ മിസ്സലും ഒരു കാര്യത്തിന് വേണ്ടി ദുആ ചെയ്ത്, അല്ലാഹുവേ എൻ്റെ ഉമ്മച്ചിക്ക് അത് ഉണ്ടാവണേന്ന് പടച്ച സത്യമായിട്ട് ആ മഗ്‌രിബിൻ്റെ ബാങ്ക് കേട്ട് എനിക്ക് തന്നെ അത് ആവുകയും ചെയ്തു. എനിക്ക് മാത്രമല്ല എൻ്റെ അനിയനും. അൽഹംദുലില്ലാഹ് സന്തോഷം. മിസ്സലുമോൻ ദുആ ചെയ്തതാണ് മഗ്‌രിബിൻ്റെ ടൈമിന് ഇരുന്നിട്ട്. കാരണം അത്രയ്ക്കും വിഷമവും ദുഃഖമുള്ളൊരു ടൈമാണ് ഈ സമയം. ഇത്രയൊക്കെ ഉള്ളൂ. അസ്സലാമു അലൈക്കും.